സിനിമാ ലൊക്കേഷനിലെ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടികളുമായി നിർമ്മാതാക്കളുടെ സംഘടനയായ ഫെഫ്ക. എല്ലാ സിനിമാ ലൊക്കേഷനുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചതായി സംവിധായകനും നിർമ്മാതാവുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാവട്ടെ. ലഹരി വിരുദ്ധ ക്യാമ്പയിനും നമ്മളുടെ തൊഴിലിടം ലഹരി മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു. ഇത് ഞങ്ങളുടെ അംഗങ്ങൾക്കും ബാധകമാണ് കേട്ടോ. 6 മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം 45% കുറഞ്ഞിട്ടുണ്ട്. 45% കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ്? മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരവസരം കൂടി നൽകുന്നത് ദൗർബല്യമല്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഷൈനിന്റെ കുടുംബം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഒരവസരം കൂടി നൽകുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. വിൻസിയുടെ പരാതിക്കെതിരായി സംഘടന ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി.